ഗ്രൂപ്പിനെതിരെ യുഎസ് ചുമത്തിയ കുറ്റങ്ങളിൽ അദാനിക്കും മരുമകനുമെതിരെ യുഎസ് ഫോറിൻ കറപ്റ്റ് പ്രാക്ടീസ് ആക്ട് ലംഘനത്തിന് കേസെടുത്തിട്ടില്ലെന്ന് മുതിർന്ന അഭിഭാഷകൻ മുകുൾ റോത്തക്കി. കൈക്കൂലി വാങ്ങാനുള്ള ഗൂഢാലോചന എന്ന് മാത്രമാണ് പരാമർശിച്ചതെന്ന് മറ്റൊരു അഭിഭാഷകൻ മഹേഷ് ജെഠ്മലാനി കുറ്റപത്രം ചൂണ്ടിക്കാട്ടി വിശദീകരിച്ചു. സോളാർ പവർ കരാറുകൾക്കായി അദാനി ഇന്ത്യൻ സ്ഥാപനങ്ങൾക്ക് കൈക്കൂലി നൽകിയെന്ന ആരോപണങ്ങൾ പരാമർശിക്കുമ്പോൾ അവർ കൈക്കൂലി നൽകിയ രീതി പരാമർശിക്കുന്നില്ലെന്ന് മാധ്യമങ്ങളോട് സംസാരിക്കവേ റോത്തക്കി പറഞ്ഞു. ഈ കുറ്റപത്രത്തിൽ 5 കൗണ്ടുകളോ കുറ്റങ്ങളോ ഉണ്ട്. എന്നാൽ ഇതിൽ കൗണ്ട് 1ഉം കൗണ്ട് 5ഉം മറ്റുള്ളവയേക്കാൾ പ്രധാനമാണ്. ഗൗതം അദാനിക്കും അദ്ദേഹത്തിന്റെ അനന്തരവനെതിരെയും ഇന്ത്യയുടെ അഴിമതി നിരോധന നിയമം പോലെയുള്ള FCPA ചുമത്തിയിട്ടില്ല. നീതി തടസ്സപ്പെടുത്തിയതിനും കുറ്റം ചുമത്തിയിട്ടില്ല. സെക്യൂരിറ്റികളുമായും ബോണ്ടുകളുമായും ബന്ധപ്പെട്ട മറ്റ് 2-3 കേസുകളിൽ അദാനിമാരുടെ പേരുകൾ ഉണ്ടെന്ന് മുതിർന്ന അഭിഭാഷകൻ പറഞ്ഞു. 2020-24 കാലയളവിൽ സൗരോർജ വൈദ്യുതി കരാറുകൾ നേടുന്നതിനായി ഇന്ത്യയിലെ സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് 2029 കോടി രൂപ കൈക്കൂലി നൽകാൻ പദ്ധതിയിട്ടതിന് ഗൗതം അദാനി, അദ്ദേഹത്തിന്റെ അനന്തരവൻ സാഗർ അദാനി എന്നിവരെ കൂടാതെ മറ്റ് നിരവധി പേർക്കെതിരെയും US കോടതി കഴിഞ്ഞയാഴ്ച കുറ്റം ചുമത്തിയിരുന്നു. സൗരോർജ പദ്ധതിക്കായി അദാനി ഗ്രൂപ്പ് കോടികൾ സമാഹരിച്ച US ബാങ്കുകളിൽ നിന്നും നിക്ഷേപകരിൽ നിന്നും ഈ വസ്തുത മറച്ചുവെച്ചതായി US പ്രോസിക്യൂട്ടർമാർ അവകാശപ്പെട്ടു. അമേരിക്കൻ കുറ്റപത്രത്തിൽ കൈക്കൂലി നൽകിയ വ്യക്തിയെയോ സ്ഥാപനത്തെയോ പരാമർശിക്കുന്നില്ലെന്നും അത് കുറ്റപത്രത്തിൽ നിർബന്ധമാണെന്നും റോത്തക്കി ഊന്നി പറഞ്ഞു. നിങ്ങൾ ഒരു കുറ്റപത്രം നോക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്തുവെന്ന് നിങ്ങൾ പ്രത്യേകം പറയേണ്ടതുണ്ട്. അദാനികൾ ഇന്ത്യൻ സ്ഥാപനങ്ങൾക്ക് കൈക്കൂലി നൽകിയെന്നാണ് ആരോപണങ്ങൾ. എന്നാൽ ഒരു പേര് പോലും എനിക്ക് കാണാൻ കഴിയുന്നില്ല. അദാനികൾ അമേരിക്കൻ അഭിഭാഷകരിൽ നിന്ന് നിയമോപദേശം സ്വീകരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഗൗതം അദാനി, സാഗർ അദാനി, സീനിയർ എക്സിക്യൂട്ടീവ് വിനീത് ജെയിൻ എന്നിവർക്കെതിരെ കൈക്കൂലിയോ വിദേശ അഴിമതിയോ സംബന്ധിച്ച ആരോപണങ്ങളൊന്നും ഉന്നയിച്ചിട്ടില്ലെന്ന് അദാനി ഗ്രീൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എന്നിരുന്നാലും കുറ്റപത്രം പ്രകാരം മൂവരും ആരോപണങ്ങൾ നേരിടുന്നുണ്ടെന്ന് അവർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം.